പൂർണ്ണമായി ചൊരിഞ്ഞവനേ. ഇന്നത്തെ ഗോസ്പൽ പാസേജ് വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ വായിക്കുന്നത്. അതിനിടയിൽ പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറയുന്നൊരു വാക്കുണ്ട്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ്. ഇത് കയ്യഫാസിൻ്റെ സ്വന്തം വാക്കുകളൊന്നുമല്ല, ഇത് പഴയ നിയമത്തിൻ്റെ ചരിത്രമുള്ള വാക്കാണ്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ഒരു ചരിത്രമുണ്ട്. മോശയുടെ നിയമകാലത്ത് തന്നെ ഒരു കുഞ്ഞാടിനെ കൊല്ലുക എന്നുള്ളത്. എല്ലാ മനുഷ്യരുടെയും പാപം മോചിക്കപ്പെടാൻ ഒരു കുഞ്ഞാട് കൊല്ലപ്പെടണം. ന്യൂനമറ്റതും ഊനമറ്റതുമായിരിക്കണം ആ കുഞ്ഞാട്, ഒരു കുറവുമില്ലാത്ത ഒരു കുഞ്ഞാട്. അങ്ങനെ അവസാനത്തുള്ള രക്തവും ചിന്തുന്നവരെ കാത്തിരുന്ന് ശരീരവും രക്തവും വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ വേർതിരിക്കപ്പെടണം. അവസാനത്തുള്ള രക്തവും ചിന്തിയതിനു ശേഷം ആ രക്തം ജനങ്ങളുടെ മേൽ തെളിക്കപ്പെടും. അങ്ങനെയാണ് പഴയ നിയമത്തിൽ പാപങ്ങൾ മോചിക്കപ്പെട്ടിരുന്നത്. പഴയ നിയമത്തിലെ പാപം മോചിക്കപ്പെടാൻ ന്യൂനമറ്റതും ഊനമറ്റതുമായ ഒരു കുഞ്ഞാടായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കണം. ആരെങ്കിലുമൊക്കെ മരിച്ചാൽ പറ്റില്ല. ആ ഒരുവൻ്റെ പ്രത്യേകത ഒരു കുറവുമില്ലാത്തവനായിരിക്കണം. നമ്മളും ഈ തപസ്സുകാലത്ത് ഓർക്കേണ്ടത്, നമ്മളും ഒരുപക്ഷെ ക്രൂശിക്കപ്പെടുന്നുണ്ടാവും, നമ്മളും ഒരുപക്ഷെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ വേദനിക്കപ്പെടുന്നുണ്ടാവും. ഓർക്കണം, ഒരു കുറവുമില്ലാത്ത ഒരുവൻ ഈ ഭൂമിയിൽ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ എത്രയോ കുറവുള്ള നമ്മൾ ഈ ഭൂമിയിൽ രക്തം ചിന്തുന്നതിൽ എന്തു തെറ്റാണുള്ളത്? എല്ലാം സ്വർഗത്തിൻ്റെ ഉപരിമഹത്വത്തിനാകുമ്പോൾ ഈ വേദനകളും നല്ലതാണ്, ഈ സങ്കടങ്ങളും നല്ലതാണ്.